ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കൈയൊക്കെ വൃത്തിയായി കഴുകിയോ? നമ്മൾ നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമ്മുടെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. ഇന്ന് ടീച്ചർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കൂട്ടുകൂടിയിരിക്കുന്ന 2 പക്ഷികളെ കണ്ടു. അതാരായിരിക്കും? ശബ്ദം കേട്ടോ? നമ്മുടെ വീട്ടിന്റെ മുറ്റത്തൊക്കെ കൂട്ടുകൂടി വരുന്ന ആ പക്ഷിയെ ടീച്ചർ കാണിച്ചു തരട്ടെ. നോക്കിയേ, ഇതാരാണ്? കണ്ടോ? മഞ്ഞ ചുണ്ടും മഞ്ഞ കാലുകളുമുള്ള തവിട്ട് നിറമുള്ള ഈ പക്ഷി ഇത് ഏതാണ്? ഒന്ന് പറഞ്ഞേ. ഇതാണ് മൈന. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഇത് ഏത് പക്ഷിയാണ്? മൈന. ഒന്നുകൂടെ പറഞ്ഞേ, ഇത് ഏത് പക്ഷിയാണ്? മൈന. മൈന തത്തമ്മയെ പോലെ തന്നെ ചെറുതായി സംസാരിക്കുന്ന പക്ഷി കൂടിയാണ് കേട്ടോ. അപ്പോഴാണ് ടീച്ചർ ഒരു ശബ്ദം കേട്ടത്. ടീച്ചർ ആ ശബ്ദം കേട്ട സൈഡിലേക്ക് നോക്കിയപ്പോ അവിടെ ഒരു പക്ഷി മരത്തിലിട്ട് കൊത്തുന്നു. ടക് 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 ടക്. എന്ത് ശബ്ദമായിരുന്നു എന്നറിയോ? ടീച്ചർ അങ്ങോട്ടേക്ക് വീണ്ടും നോക്കിയപ്പോ വീണ്ടും കൊട്ടുന്നു. ടക് 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 ടക്. ആരായിരിക്കും കൂട്ടുകാരെ ഈ മരത്തിൽ ഇങ്ങനെ കൊത്തുന്ന, ചുണ്ടുകൾ കൊണ്ട് കൊത്തുന്ന ആ പക്ഷി? ഒന്ന് നോക്കിക്കേ, ഇത് ഏത് പക്ഷിയാണെന്ന്. ഈ പക്ഷിയാണ് മരത്തിൽ കൊത്തിയത്. ടക് 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 ടക്. ഈ പക്ഷിയുടെ പേരാണ് മരംകൊത്തി. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഇത് ഏത് പക്ഷിയാണ്? മരംകൊത്തി. കണ്ടോ നീണ്ട ചുണ്ടുകൾ? ഈ ചുണ്ടുകൾ കൊണ്ട് മരത്തിൽ ടക് 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 എന്ന് കൊത്തും. കൊത്തി 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 വലിയ പൊത്തുകൾ ഉണ്ടാക്കി അതിനുള്ളിൽ കൂടുകൂട്ടുന്ന പക്ഷിയാണ് മരംകൊത്തി. കണ്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മരംകൊത്തിയെ? നല്ല ഭംഗിയില്ലേ മരംകൊത്തിയെ കാണാൻ? കണ്ടോ? അപ്പോഴാ ടീച്ചർ നോക്കിയപ്പോ കുളക്കരയില് ഒരു പക്ഷി അനങ്ങാതെ മീനിനെ പിടിക്കാനായി നോക്കി നിൽക്കുന്നു. ശബ്ദം കേട്ടോ? മീനിനെ പിടിക്കാനായി അനങ്ങാതെ ഒറ്റക്കാലിൽ നിൽക്കുന്ന ആ പക്ഷിയെ ടീച്ചർ കാണിച്ചു തരട്ടെ. നീണ്ട ചുണ്ടുകളും നീളൻ കാലുകളുമുള്ള ആ പക്ഷി ഒന്ന് നോക്കിയേ, ഇത് ഏത് പക്ഷിയാണ്? വെളുത്ത ശരീരവും നീണ്ട ചുണ്ടും നീളൻ കാലുകളുമുള്ള ഈ പക്ഷിയാണ് കൊക്ക്. ഒന്ന് ഉറക്കി പറഞ്ഞേ, ഇത് ഏത് പക്ഷിയാണ്? കൊക്ക്. കണ്ടോ? നല്ല ഭംഗിയില്ലേ കൊക്കിനെ കാണാൻ? കണ്ടോ? അപ്പോഴാ ടീച്ചർ നോക്കിയപ്പോ ആകാശത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. ഉയരത്തിൽ ഒരു പക്ഷി വട്ടത്തിൽ പറക്കുന്നു. നോക്കൂ, ശബ്ദം കേട്ടോ? ഉയരത്തിൽ വട്ടത്തിൽ പറക്കുന്നു. ഇതാ ഇങ്ങനെ വീശി ഇങ്ങനെ വട്ടത്തിൽ പറക്കുന്നു. അതിന്റെ ചിറകുകൾ നല്ല വീശിയാൽ വലിയ പക്ഷിയാണ്. കൂർത്ത ചുണ്ടുകളും കൂർത്ത നഖങ്ങളും. കണ്ടോ? ഇത് ഏത് പക്ഷിയാണ്? ഇതാണ് പരുന്ത്. ഒന്ന് ഉറക്കി പറഞ്ഞേ, ഇത് ഏത് പക്ഷിയാണ്? പരുന്ത്. കണ്ടോ പരുന്തിനെ? എല്ലാവർക്കും ഇഷ്ടമായോ പരുന്തിനെ? നോക്കൂ, പരുന്തിന് ഏറ്റവും ഉയരത്തിൽ പറക്കാനുള്ള കഴിവുണ്ട്. വീശി പറക്കും ഇങ്ങനെ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ പരുന്തിനെ? മുറ്റത്തിറങ്ങി നോക്കണം കേട്ടോ. പരിസരമെല്ലാം നമ്മൾ വീക്ഷിക്കണം. ഇന്ന് ടീച്ചർ ഈ പരുന്തിനെ കുറിച്ച് ഒരു കഥ പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. പരുന്ത് ആകാശത്തു കൂടി വട്ടത്തിൽ പറക്കുകയായിരുന്നു. പറന്നുകൊണ്ടിരിക്കുമ്പോ താഴേക്ക് പരുന്ത് നോക്കി. ഇങ്ങനെ നോക്കിയപ്പോ ആ ഭൂമിയിലൂടെ ഒരു കോഴിയമ്മയും കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളും തീറ്റ തേടി പോകുന്നത് കണ്ടു. നോക്കൂ, കോഴിയമ്മയും കോഴിക്കുഞ്ഞുങ്ങളെയും കണ്ടോ? നോക്കൂ, എന്ത് രസമുള്ള കോഴിക്കുഞ്ഞുങ്ങളല്ലേ? നല്ല ഭംഗിയില്ലേ കോഴിക്കുഞ്ഞിനെ കാണാൻ? കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ പരുന്തിനങ്ങ് സന്തോഷമായി. പരുന്ത് എന്ത് ചെയ്തെന്നോ? തൻ്റെ ചിറകുകൾ താഴേക്ക് ചായ്ച്ച് പറക്കാൻ തുടങ്ങി. നേരെ പറന്ന് പരുന്ത് എവിടെ ചെന്നെന്നോ? പാവം കോഴിക്കുഞ്ഞുങ്ങളിൽ ഒരു കോഴിക്കുഞ്ഞിനെ നോക്കിയേ. ഒരു കോഴിക്കുഞ്ഞിനെ എന്ത് ചെയ്തു? തൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് റാഞ്ചിയെടുത്ത് പറന്നങ്ങൊരു മരത്തിന്റെ കൊമ്പി കൊണ്ടങ്ങ് വെച്ചു. നോക്കൂ, കോഴിക്കുഞ്ഞ് ആ പരുന്തിന്റെ നഖങ്ങൾക്കിടയിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. എന്നെ വെറുതെ വിടൂ പരുന്തേ, ഞാനൊരു പാവമല്ലേ പരുന്തേ എന്ന് കോഴിക്കുഞ്ഞ് ചോദിച്ചു. കോഴിക്കുഞ്ഞ് പറഞ്ഞു, ഞാനൊരു പാവമല്ലേ പരുന്തേ, താഴെ എൻ്റെ അമ്മയും കൂട്ടുകാരും എന്നെ കാണാതെ സങ്കടപ്പെട്ടിരിക്കുന്നു. എന്നെ വെറുതെ വിടൂ പരുന്തേ, ഞാനും നിന്റെ കുഞ്ഞിനെ പോലെയല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് കോഴിക്കുഞ്ഞ് പറഞ്ഞു, നിനക്ക് ഭൂമിയിൽ എന്തെല്ലാം ഉണ്ട്,
വേറെന്തെല്ലാം ഉണ്ട് കഴിക്കാൻ. എന്നെ വെറുതെ വിട്ടുകൂടെ? ഞാൻ നിന്റെ കുഞ്ഞിനെ പോലെയല്ലേ, ഞാൻ പാവമല്ലേ എന്ന് ചോദിച്ചു. ഉടൻ തന്നെ പരുന്ത് കോഴിക്കുഞ്ഞിന്റെ മുഖത്തേക്ക് അങ്ങ് നോക്കി. ഇതിനെ കാണാൻ എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെയുണ്ട്. എന്തായാലും പാവം, വിട്ടേക്കാം, കുഞ്ഞല്ലേ എന്ന് വിചാരിച്ച് പരുന്ത് എന്ത് ചെയ്തെന്നോ, തൻ്റെ നഖങ്ങൾ കൊണ്ട് പതിയെ കുഞ്ഞിനെ എടുത്ത് എന്ത് ചെയ്തെന്നോ, പതിയെ കുഞ്ഞിനെ എടുത്ത് നേരെ ആ കോഴിക്കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്തേക്ക് അങ്ങ് വിട്ടുകൊടുത്തു. നോക്കിയേ, പരുന്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്ന കോഴിക്കുഞ്ഞിനെ കണ്ടോ? പാവം കോഴിക്കുഞ്ഞ് എന്ത് ചെയ്തെന്നോ, തൻ്റെ കോഴിയമ്മയെ കണ്ടപ്പോ കോഴിക്കുഞ്ഞ് ഓടി ഓടി അമ്മയുടെ ചിറകിനടിയിലേക്ക് അങ്ങ് ഒതുങ്ങിയിരുന്നു. കോഴിക്കുഞ്ഞിനെ ഒതുങ്ങിയിരിക്കുന്ന കണ്ടപ്പോ ഉടനെ കോഴിയമ്മയ്ക്ക് അങ്ങ് സന്തോഷം സഹിക്കാനായില്ല. കോഴിയമ്മ പരുന്തിനോട് നന്ദി പറഞ്ഞു. അപ്പോ തൻ്റെ അമ്മയുടെ ചിറകിനടിയിൽ പതുങ്ങിയിരിക്കുന്ന ആ കോഴിക്കുഞ്ഞിനെ കണ്ടപ്പോഴേ നമ്മുടെ പരുന്തിന് സന്തോഷം തോന്നി. പരുന്ത് എന്ത് ചെയ്തെന്നോ, തൻ്റെ വിരിച്ച വീശറി പോലത്തെ ആ ചിറക് വെച്ച് പറന്നങ്ങ് ഉയർന്ന് പൊങ്ങിപ്പോയി. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എല്ലാവരും കഥ കേട്ടല്ലോ. ഇനി ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. ആരായിരുന്നു ആകാശത്തു കൂടി ഉയരത്തിൽ വട്ടത്തിൽ ഇങ്ങനെ വീശി പറന്നത്? പരുന്ത് അല്ലേ? പിന്നെ ആരെയായിരുന്നു പരുന്ത് റാഞ്ചിക്കൊണ്ടുപോയത്? ആരെയായിരുന്നു? കോഴിക്കുഞ്ഞിനെ അല്ലേ? എന്തുകൊണ്ടായിരിക്കും കോഴിക്കുഞ്ഞിനെ പരുന്ത് തിരിച്ചതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടങ്ങ് വിട്ടുകൊടുത്തത്? എന്തുകൊണ്ടായിരിക്കും? ഞാനും പരുന്തിൻ്റെ കുഞ്ഞിനെ പോലെയല്ലേ, ഞാനൊരു പാവമല്ലേ എന്ന് ചോദിച്ചു അല്ലേ? ഇത്രയും ചോദിച്ചപ്പോൾ പരുന്തിനങ്ങ് കോഴിക്കുഞ്ഞിനോട് സ്നേഹം തോന്നി. അപ്പോൾ പരുന്ത് നോക്കിയപ്പോൾ പരുന്തിൻ്റെ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നു. ഒരിടത്ത് ഒരു ഭംഗിയുള്ള ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ ഒരു നദിക്കരയിൽ ഒരു ചെറിയ കുടിലിൽ ഒരു പിടക്കോഴി താമസിച്ചിരുന്നു. ആ കോഴി 12 മുട്ട ഇട്ടിരുന്നു. അതിൽ 10 കോഴി കുഞ്ഞും വിരിഞ്ഞിരുന്നു. പക്ഷെ 2 എണ്ണം മുട്ടയായിട്ട് തന്നെ കിടന്നു. ആ പിടക്കോഴി ബാക്കിയുള്ള 2 മുട്ടയെടുത്ത് പുരയിൽ വെച്ചിട്ട് ബാക്കിയുള്ള 10 കുഞ്ഞിക്കോഴികൾക്ക് ആഹാരത്തിനായി പുറത്തുപോയി. അതിനിടയ്ക്ക് അവശേഷിച്ച 2 മുട്ടയിൽ നിന്ന് ഒരെണ്ണം തന്റെ കുഞ്ഞി മൂക്ക് കൊണ്ട് ഇടിച്ചു പുറത്തു വന്നു. പാവം പിടിച്ച ആ കുഞ്ഞിക്കോഴി പുറത്തു വന്ന ഉടൻ തന്റെ അമ്മയെ തിരഞ്ഞു. പക്ഷേ ആ കുഞ്ഞിന് അമ്മയെ കാണുവാൻ കഴിഞ്ഞില്ല. അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. ആ കുഞ്ഞിക്കോഴിക്ക് വളരെ വിഷമമായി. അത് തന്റെ അമ്മയെ സ്വയമായി കണ്ടെത്താൻ തീരുമാനിച്ചു. പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിക്കോഴി തന്റെ അമ്മയെ തേടി ആ കുടിലിൽ നിന്നും യാത്ര ആരംഭിച്ചു. ആ കുഞ്ഞിക്കോഴി തന്റെ കുഞ്ഞിക്കാലുകൾ കൊണ്ട് നടക്കുവാൻ തുടങ്ങി. അപ്പോൾ ഒരു പശു പച്ചപ്പുല്ല് ഭക്ഷിക്കുന്നത് കണ്ടു. ആ കുഞ്ഞിക്കോഴി ഇത്രയും വലിയ പശുവിനെ കണ്ട് പരിഭ്രമിച്ച് ആകാംക്ഷയോടുകൂടി നിന്നു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം ആ പശു കുഞ്ഞിക്കോഴിയോട് ചോദിച്ചു, നീ എന്താണ് തിരയുന്നത്? ഇത്ര അത്ഭുതമായി നീ എന്താണ് നോക്കുന്നത്? ഉടൻ ആ കുഞ്ഞിക്കോഴി വളരെ നിഷ്കളങ്കതയോട് ചോദിച്ചു, നീയാണോ എന്റെ അമ്മ? ഇത് കേട്ട പശു വളരെ സഹതാപത്തോടു കൂടി ചോദിച്ചു, നീ എന്നെ നോക്ക്, ഞാൻ എത്ര വലുതാണ്, എത്ര പൊക്കമുള്ളതാണ്. നിന്റെ അമ്മ എന്തായാലും എന്നെക്കാൾ ചെറുതാണ്. ഇത് കേട്ട കുഞ്ഞിക്കോഴി വളരെ വിഷമമായി ഒരുപാട് ദൂരം നടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരാട് ഇലകൾ കഴിക്കുന്നത് കണ്ടു. കുഞ്ഞിക്കോഴി അതിന്റെ അരികിലേക്ക് നടന്നു. നീ ഈ പശുവിനേക്കാൾ ചെറുതാണല്ലോ, നീയാണോ എന്റെ അമ്മ? കുഞ്ഞിക്കോഴി ചോദിച്ചു. അതെ, ഞാൻ ആ പശുവിനേക്കാൾ ചെറുതാണ്. പക്ഷേ എനിക്ക് 4 കാലുകളുണ്ട്. നിന്നെപ്പോലെ തന്നെ നിന്റെ അമ്മയ്ക്കും 2 കാലുകളും ചിറകുകളും ഉണ്ട്, ആട് പറഞ്ഞു. ഇത് കേട്ട കുഞ്ഞിക്കോഴി വളരെ വിഷമമായി അത് പിന്നെയും അതിന്റെ അമ്മയെ തേടി ഒരുപാട് ദൂരം നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ കാ കാ ഒരു കാക്ക. പെട്ടെന്ന് കുഞ്ഞിക്കോഴി അതിന്റെ വാക്കുകൾ ഓർത്തു. എന്നിട്ട് ആലോചിച്ചു, ഈ കാക്ക തന്നെ ആയിരിക്കും എന്റെ അമ്മ. എന്നിട്ട് കാക്കയോട് ചോദിച്ചു, നിനക്ക് 2 കാലുകളും ചിറകുകളുമുണ്ട്, നീയാണോ എന്റെ അമ്മ? ആ ശരിയാണ്, എനിക്ക് 2 കാലുകളും ചിറകുകളും ഉണ്ട്. പക്ഷേ എനിക്ക് നിന്റെ അമ്മയേക്കാൾ ഉയരത്തിൽ പറക്കുവാൻ സാധിക്കും. കൂടാതെ നിന്റെ അമ്മ എന്നെക്കാൾ വലുതാണ്. നിന്റെ അമ്മയ്ക്ക് എന്റെ കാലുകളെക്കാൾ നീളമുണ്ട്. പിന്നെ നിന്റെ അമ്മ എന്നെ പോലെ കാ എന്ന് കരയില്ല. കാക്ക മറുപടി കൊടുത്തു.
പിന്നെയും കുഞ്ഞിക്കോഴിക്ക് സങ്കടമായി. കുഞ്ഞിക്കോഴിയുടെ സങ്കടം കണ്ടിട്ട് കാക്കയ്ക്ക് സഹതാപം തോന്നി. കാക്ക കുഞ്ഞിക്കോഴിയോട് പറഞ്ഞു, നീ സങ്കടപ്പെടേണ്ട, കുറച്ചു ദൂരം കൂടി പോയി നോക്ക്, അപ്പോൾ നിനക്ക് ഉറപ്പായിട്ടും നിന്റെ അമ്മയെ കിട്ടും. ഇത് പറഞ്ഞ് കാക്ക ദൂരത്തേക്ക് പറന്നുപോയി. കാക്കയുടെ ആ സമാധാനപ്പെടുത്തൽ കോഴിക്കുഞ്ഞിന് ഉന്മേഷം പകർന്നു. എന്നിട്ട് തന്റെ കുഞ്ഞു കാലുകൾ കൊണ്ട് പയ്യെ പയ്യെ കുളക്കരയിലേക്ക് നടന്നു. അവിടെ കണ്ടു ക്വാക്ക് ക്വാക്ക് താറാവ്. തന്റെ താറാവ് കുഞ്ഞുങ്ങളുമായി നടക്കുന്നത് കണ്ടു. കുഞ്ഞിക്കോഴി വളരെ സന്തോഷിച്ചു, കാക്ക പറഞ്ഞു കൊടുത്തു വെച്ച സാദൃശ്യം തോന്നിയപ്പോൾ. എന്നിട്ട് താറാവിന്റെ അടുക്കിലേക്ക് ഓടി ചെന്ന് അമ്മേ അമ്മേ എന്ന് വിളിച്ചു. താറാവ് പെട്ടെന്ന് ഞെട്ടി ആ കുഞ്ഞിക്കോഴിയെ കണ്ടപ്പോൾ. എന്താ അമ്മ ഞെട്ടിയത്? ഞാൻ അമ്മയുടെ കുഞ്ഞല്ലേ? കോഴിക്കുഞ്ഞ് പറഞ്ഞു. അല്ല കുഞ്ഞെ, ഞാനല്ല നിന്റെ അമ്മ, താറാവ് മറുപടി പറഞ്ഞു. ഉടൻ കണ്ണുനീര് ഉരുണ്ട് കുഞ്ഞിക്കോഴിയുടെ കവിളിൽ വന്നു. ഏങ്ങി കരയാൻ തുടങ്ങി. എന്നിട്ട് ചിന്തിച്ചു, തനിക്ക് ഒരിക്കലും തന്റെ അമ്മയെ കണ്ടെത്തുവാൻ കഴിയില്ല എന്ന്. ഇത് താറാവിനെ വളരെ സങ്കടപ്പെടുത്തി. ആ താറാവ് വളരെ സ്നേഹത്തോടെ കുഞ്ഞിക്കോഴിയോട് പറഞ്ഞു, എന്തിനാ കുഞ്ഞെ നീ കരയുന്നത്? ഞാൻ നിന്നെ സഹായിക്കാം എന്ന് താറാവ് പറഞ്ഞു. താറാവ് പറഞ്ഞ ഉടൻ കുഞ്ഞിക്കോഴി ആദ്യം മുതൽ നടന്ന കഥ താറാവിനോട് പറഞ്ഞു. താറാവ് വളരെ നല്ല മനസ്സോടെ പറഞ്ഞു, കുഞ്ഞെ നീ ഒരിക്കലും ക്വാക്ക് എന്ന് എന്നെ പോലെ കരയില്ല. നിന്റെ അമ്മ കരയുന്നത് കൊക്കരക്കോ എന്നാണ്. ഇത് മുഴുവൻ ഒരു പ്രാവ് മുകളിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ആ പ്രാവ് തീരുമാനിച്ചു ആ കുഞ്ഞിക്കോഴിയെ സഹായിച്ച് അതിന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടാക്കണമെന്ന്. ഈ കുളത്തിന്റെ അറ്റത്തേക്ക് പോ, അവിടെ ചിലപ്പോൾ നിന്റെ അമ്മ ഉണ്ടാവും. ഇത് പറഞ്ഞ് പ്രാവ് പറന്നുപോയി. കുഞ്ഞിക്കോഴി പ്രാവ് പറഞ്ഞത് കേട്ടയുടൻ അങ്ങോട്ട് പോയി. കുറച്ചു ദൂരം ചെന്നപ്പോൾ കൊക്കരക്കോ. അവൾ പെട്ടെന്ന് ആ ശബ്ദത്തിന്റെ പുറകെ ഓടി. അവിടെ അവൾ കണ്ടു ഒരു കോഴി, 2 കാലുകളും ചിറകുകളും, കാക്കയേക്കാൾ വലുതും, കൂടാതെ കൊക്കരക്കോ എന്ന് കരയുന്നു. അപ്പോൾ അവൾ ഉറപ്പിച്ചു ഇതാണ് തന്റെ അമ്മ എന്ന്. എന്നിട്ട് അമ്മേ അമ്മേ എന്ന് കരഞ്ഞു ഓടിച്ചെന്നു. കോഴി ഉടൻ തിരിഞ്ഞു നോക്കി. തന്റെ കുഞ്ഞിന്റെ ശബ്ദം തിരിച്ചറിയുകയും ചെയ്തു. ആ അമ്മ കോഴി തന്റെ കുഞ്ഞിനെ അടുത്തോട്ട് നിർത്തിയിട്ട് കൊക്കരക്കോ എന്ന് കരഞ്ഞു. ആ കുഞ്ഞിക്കോഴി ഒരുപാട് സന്തോഷിച്ചു തന്റെ അമ്മയെ കണ്ടുപിടിച്ചതിന്. അമ്മ കോഴി തന്റെ കുഞ്ഞിക്കോഴിയെ കയ്യിലെടുത്തു. എന്നിട്ട് തന്റെ ചിറകുകൾ കൊണ്ട് സ്നേഹത്തോടെ തലോടി. അമ്മ കോഴി പറഞ്ഞു, കുഞ്ഞെ, എന്താ നീ വീട്ടിൽ തന്നെ നിൽക്കാഞ്ഞേ? ഞാൻ നിങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടി പുറത്തു വന്നതാണ്. ഞാനിപ്പോ തന്നെ വന്നേനെയല്ലോ. അമ്മ കോഴിക്ക് വളരെ ആകാംക്ഷ തോന്നി, തന്റെ കുഞ്ഞ് എന്തിനാണ് തന്നെ തപ്പി ഇത്രയും ദൂരം വന്നതെന്ന്. അമ്മ കുഞ്ഞിനോട് വളരെ ആശ്ചര്യത്തോടെ ചോദിച്ചു. ആദ്യം മുതൽ എന്തൊക്കെ നടന്നു എന്ന് കുഞ്ഞിക്കോഴി തന്റെ മനോഹരമായ കുഞ്ഞി ശബ്ദത്തിൽ വിവരിച്ചു കൊടുത്തു. തന്റെ കുഞ്ഞ് തന്റെ അമ്മയെ തേടി നടത്തിയ സാഹസികമായ ഈ യാത്ര അമ്മയെ പുളകം കൊള്ളിച്ചു. തന്റെ കുഞ്ഞ് വളരെ ധീരതയുള്ള കുഞ്ഞാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അമ്മ കോഴിക്ക് വളരെയധികം